ചാർട്ടേഡ് അക്കൗണ്ടൻസി ഒരു നല്ല കോഴ്സാണോ? തീർച്ചയായും. ഒരുപാട് കുട്ടികൾക്ക് നല്ലൊരു കരിയർ ഓപ്പർച്യൂണിറ്റി ഒരു 21-22 വയസ്സിലാണ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ജോബിലേക്കും ആ ജോബിന്റെ ഗ്രോത്ത് റേറ്റും എല്ലാം കൂടി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി, ഗ്രേറ്റ് കരിയർ. പക്ഷെ എങ്കിലും പല ആൾക്കാരും പറയാറുണ്ട് ചാർട്ടേഡ് അക്കൗണ്ടൻസിയിൽ വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ ലൈഫ് പോകുന്നു, അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ഒരു നോർമൽ ലൈഫ് ഇല്ലാണ്ടാവുന്നു, പലരും കരിയറിന്റെ ഇടയിൽ സ്റ്റെക്ക് ആവുന്നു. ശരിക്കും ഇത് സംഭവിക്കുന്നുണ്ടോ? എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി തുടങ്ങുന്ന ഒരു 50-60% കുട്ടികൾ അതേ ട്രാക്കിലെല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റിലോ അല്ലെങ്കിൽ സെക്കൻഡ് അറ്റംപ്റ്റിലോ ആയിട്ട് ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. അവർക്ക് നല്ലൊരു കരിയറിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നുണ്ട്. ഒരു 20% കുട്ടികൾ സ്റ്റെക്ക് ആവുന്നുണ്ട്. എനിവേ, ഞാൻ ഈ സ്റ്റെക്ക് ആവുന്ന കുട്ടികളെ കുറിച്ചാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു കുട്ടി CA കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് സ്റ്റെക്ക് ആവുന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഒരുപാട് റെമഡിയൽ മെഷേഴ്സ് ആണ് പറയുന്നത്. ഒന്നാമത്തത്, ഇന്റർമീഡിയറ്റ് ക്ലാസ്സിനെങ്കിലും ഇരുന്നിട്ടുണ്ടെങ്കിൽ, ഇന്റർമീഡിയറ്റ് പാസ്സാണെന്ന് പറയുന്നില്ല, CA ഫൗണ്ടേഷൻ പാസ്സായി സെക്കൻഡ് സ്റ്റേജിലുള്ള ഇന്റർമീഡിയറ്റ് ക്ലാസ്സിലിരുന്നു, എക്സാം എഴുതി പാസ്സായിട്ടില്ല, ഇറ്റ്സ് ഓക്കെ. എങ്കിലും ആൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് എന്തെങ്കിലും ഒരു കമ്പ്യൂട്ടർ നോളജും, കാരണം പ്രാക്ടിക്കൽ അക്കൗണ്ടിങ്ങിന്റെ കോഴ്സൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ആൾക്ക് എന്ത് ചെയ്യാം, ഒരു അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാം. ഒരു 20-25,000 രൂപ സാലറിയിൽ എന്ത് ചെയ്യാം, മാർക്കറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് ദ ഫസ്റ്റ് റെമഡിയൽ തിങ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ്, ഈ CA ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ഡിഗ്രി എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്ത് വെക്കണം. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് എങ്ങാനും ഇങ്ങനെ സ്റ്റെക്കായി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാത്തൊരു അവസ്ഥ വരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ IIM വളരെ സ്ഥിരമായിട്ട് നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അവർക്ക് ഡിഗ്രി ചെയ്യിപ്പിക്കാറുണ്ട്. ഡിഗ്രി ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്താൽ മതി, ഒരു റെഗുലർ ഡിഗ്രീന്റെ ആവശ്യമൊന്നുമില്ല. മൂന്നാമത്തെ ഒരു കാര്യമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, CAയുടെ കൂടെ തന്നെ CMA ഇന്ത്യക്കും കൂടെ എന്ത് ചെയ്യാം, നിങ്ങൾ രജിസ്റ്റർ ചെയ്തിടുക. ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ട് കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ്ട്രാ ഒന്നും പഠിക്കാണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, CAയോളം ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ CAന്റെ അതേ വാല്യൂ ഉള്ള ഒരു ക്വാളിഫിക്കേഷൻ നമുക്ക് കിട്ടിയേക്കാം. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫൗണ്ടേഷൻ എക്സാം എഴുതുന്ന ഒരു കുട്ടിയാണ്, CA ഫൗണ്ടേഷൻ എക്സാം എഴുതുന്ന കുട്ടിയാണ്, 1-2 അറ്റംപ്റ്റിൽ എന്ത് ചെയ്തിട്ടില്ല, CA ഫൗണ്ടേഷൻ കിട്ടിയിട്ടില്ല. ആ കുട്ടി CMA ഫൗണ്ടേഷനും കൂടി രജിസ്റ്റർ ചെയ്ത് എക്സാം എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പാസ്സാവാനുള്ള ചാൻസ് 99% ആണെന്ന് ഞാൻ പറയും. കാരണം ചാർട്ടേഡ് അക്കൗണ്ടൻസിയിൽ പഠിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് CMA ഫൗണ്ടേഷനിലും പഠിക്കുന്നത്. ഇപ്പോൾ CAക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടി CMA എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ എന്തായാലും പാസ്സാവും. എൻ്റെ തന്നെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഞാനും എൻ്റെ ഫ്രണ്ടും രണ്ടുപേരും ഒന്നിച്ചാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് ജോയിൻ ചെയ്തത്. രണ്ടുപേരും ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ കൂടെ തന്നെ CMA കൂടി രജിസ്റ്റർ ചെയ്തിരുന്നു. And I have ended up with CA qualification and my friend was ended up with CMA qualification. ആൾ CMA ആണ് പാസ്സായത്. അപ്പോൾ ഇതേ കാര്യം തന്നെയാണ് എനിക്ക് ഇപ്പോൾ CA പഠിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത്. എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് BCom രജിസ്ട്രേഷൻ എടുക്കുക, അതേപോലെ തന്നെ CMA ഇന്ത്യ രജിസ്ട്രേഷൻ കൂടി എടുക്കുക. അതെന്ത് ചെയ്യും, നിങ്ങൾക്ക് എവിടെയെങ്കിലും എങ്ങാനും CAക്ക് സ്റ്റെക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ട് എന്ത് ചെയ്യും, ദാറ്റ് വിൽ വർക്ക് ഔട്ട്. താങ്ക് യു, ഹാവ് എ ഗുഡ് ഡേ.